myclass.com. Dear students, today we are going to discuss about arrays, the linear data structure. നമുക്ക് എല്ലാവർക്കും അറിയാം അറേ എന്താണ്, ഒരു ലീനിയർ ഡാറ്റ സ്ട്രക്ചർ ആണ്, അഥവാ ലീനിയർലി ആണ് അതിന്റെ എലമെന്റ്സ് എല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് പറയാം, arrays are defined as the collection of similar type of data items stored at the contiguous memory locations. ഒരേ ടൈപ്പ് അഥവാ ഇൻഡിജർ ആണെങ്കിൽ എല്ലാം ആ കളക്ഷൻ ഓഫ് ഡാറ്റ മൊത്തം ഇൻഡിജർ ആയിരിക്കും. ഡബിൾ ആണെങ്കിൽ ഡബിൾ വാല്യൂ ആണെങ്കിൽ എല്ലാ ഫുൾ വാല്യൂസും ഡബിൾ വാല്യൂ ആയിരിക്കും. അങ്ങനെ ഉള്ള ഐറ്റംസ് കണ്ടിന്യൂസ് മെമ്മറി ലൊക്കേഷനിൽ, കണ്ടിന്യൂസ് ആയിട്ടുള്ള മെമ്മറി ലൊക്കേഷൻസിൽ സ്റ്റോർ ചെയ്യാം. ഇപ്പോൾ ഒരു 10 എലമെന്റ്സ് ആണെങ്കിൽ ഫസ്റ്റ് എലമെന്റ് കഴിഞ്ഞ് വെരി നെക്സ്റ്റ് മെമ്മറി ലൊക്കേഷൻ സെക്കൻഡ് എലമെന്റ് ഉണ്ടായിരിക്കും. അങ്ങനെ സ്റ്റോർ ചെയ്യുന്ന ആ കളക്ഷൻ ഓഫ് ഡാറ്റയാണ് നമ്മൾ എന്ത് പറയുന്നത്, അറേസ് എന്ന് പറയുന്നത്. അറേസ് ആർ ഡിറൈവ്ഡ് ഡാറ്റ ടൈപ്സ്, അഥവാ നമ്മൾ പറഞ്ഞു നോൺ പ്രിമിറ്റീവ് ഡാറ്റ ടൈപ്സ് ആണെന്ന്. പ്രിമിറ്റീവ് ഡാറ്റ ടൈപ്സുകൾ നമ്മുടെ എന്താണ്, നമ്മുടെ എല്ലാ ഡാറ്റ ടൈപ്സ് ആണ്. മീൻസ് ഇൻഡിജർ, ക്യാരക്ടർ, ഡബിൾ, ഫ്ലോട്ട്, അതൊക്കെ. Arrays are derived data types in C programming language which can store the primitive type of data such as int, char, double, float, etc. അപ്പം നമുക്ക് കണ്ടിന്യൂസ് മെമ്മറി ലൊക്കേഷൻസ് ഉണ്ടായിരിക്കും. ഓരോ മെമ്മറി ലൊക്കേഷനിലും നമ്മുടെ പ്രിമിറ്റീവ് ടൈപ്പ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ഇൻഡിജർ വാല്യൂയോ, ഇൻഡിജർ ആണെങ്കിൽ ഹോൾ ഐറ്റംസ് ആർ ഇൻ ഇൻഡിജർ ടൈപ്പ്, ക്യാരക്ടർ ആണെങ്കിൽ ക്യാരക്ടർ, ഡബിൾ ആണെങ്കിൽ ഡബിൾ, ഫ്ലോട്ട്, അങ്ങനെയുള്ള വാല്യൂസ്, പ്രിമിറ്റീവ് ആയിട്ടുള്ള ഡാറ്റ ടൈപ്സിന്റെ വാല്യൂസ് നമുക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അറേസ് ആർ ദ കളക്ഷൻ ഓഫ് സിമിലർ ടൈപ്പ് ഓഫ് ഡാറ്റ ഐറ്റംസ് സ്റ്റോർഡ് അറ്റ് കണ്ടിന്യൂസ് മെമ്മറി ലൊക്കേഷൻസ്. നെക്സ്റ്റ്, ടൈപ്സ് ഓഫ് അറേസ്. നമുക്ക് മെയിൻലി 2 types of arrays are the one dimensional array and മൾട്ടി ഡയമെൻഷണൽ അറേ. 1 dimensional എന്ന് പറയുമ്പം 1 dimension, നമ്മൾ 1D അറേ എന്ന് പറയും. 1 dimensional array, 1 dimensional array എന്ന് പറയുമ്പം ആ ഒരു കണ്ടിന്യൂസ് ആയിട്ട് ഒരു ഡയമെൻഷനിലായിരിക്കും നമ്മുടെ വാല്യൂസ് ഉണ്ടായിരിക്കുക, ജസ്റ്റ് ലൈക്ക് എ റോ. അപ്പൊ അങ്ങനെയുള്ളതിനാണ് 1 dimensional array എന്ന് പറയാം. മൾട്ടി ഡയമെൻഷണൽ അറേ മോർ ദാൻ 1 dimensions are there. അപ്പൊ അതിൽ മെയിൻ ആയിട്ട് വരുന്നത് 2 dimensional array ആൻഡ് 3 dimensional array. ഈ 2 dimensional array എന്നാണ് നമ്മൾ മാത്സിലൊക്കെ കാണുന്ന പോലെ മാട്രിക്സ് ഫോമിൽ നമുക്ക് റോയും കോളവും ഉണ്ടായിരിക്കും. ആ രീതിയിൽ നമ്മൾ ഡാറ്റാസിനെ അറേഞ്ച് ചെയ്യുകയാണെങ്കിൽ there are rows and columns. അപ്പൊ അങ്ങനെ അറേഞ്ച് ചെയ്തുള്ള ആ റോസ് ആൻഡ് കോളം രീതിയിലാണ് എലമെന്റ്സിന്റെ കണക്ഷൻ ഉള്ളത്. അഥവാ ഒരു എലമെന്റ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് റോയില് ഫസ്റ്റ് കോളത്തിലായിരിക്കും, അല്ലെങ്കിൽ ഫസ്റ്റ് റോയില് സെക്കൻഡ് കോളത്തിലായിരിക്കും. അങ്ങനെയാണ് നമ്മുടെ എലമെന്റ്സുകൾ ഉള്ളതെങ്കിൽ അതിനെ നമുക്ക് അറേ രൂപത്തിൽ, അഥവാ കണ്ടിന്യൂസ് മെമ്മറി ലൊക്കേഷൻസിൽ സേവ് ചെയ്യാൻ പറ്റും. ഇതിനെയാണ് മൾട്ടി ഡയമെൻഷണൽ അറേ എന്ന് പറയുന്നത്. അപ്പൊ 3D എന്ന് പറയുമ്പോൾ ഒരു ഡയറക്ഷൻ ഉണ്ടായിരിക്കും, ഇവിടെ XY പോലെ ഒരു Z ഡയറക്ഷനും കൂടെ ഉണ്ടായിരിക്കും. അങ്ങനെ ഉള്ള അറേസ് ആണ് മൾട്ടി ഡയമെൻഷണൽ അറേ. ഇപ്പൊ മെയിൻ ആയിട്ട് നമ്മൾക്ക് ഇവിടെ നോക്കാനുള്ളത് നമ്മുടെ 1 dimensional array ആൻഡ് 2 dimensional array, 1D array ആൻഡ് 2D array. ഇനി നമുക്ക് 1D അറേയിൽ ഉള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കാം. നമ്മൾ പറഞ്ഞു കണ്ടിന്യൂസ് മെമ്മറി ലൊക്കേഷൻ ആണ്, അഥവാ ഇപ്പൊ ഈ ഒരു ടേബിൾ ഫോമിലുള്ളത് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു മെമ്മറി ലൊക്കേഷൻ ആണെന്ന് വിചാരിക്കാം. അപ്പൊ ഇതിലിപ്പോ അറേയുടെ പേര് നമുക്ക് ലെറ്റ്സ് ടേക്ക് എ ആണ് അറേയുടെ പേര്. എത്ര എലമെന്റ്സ് ഉണ്ട്? 1 2 3 4 5 6 7 8 9 10. അപ്പൊ നമുക്ക് എന്ത് പറയാം, നമ്മുടെ ഒരു ഡിക്ലറേഷൻ പാർട്ടൊക്കെ ആണെങ്കിൽ നമ്മൾ A of 10 എന്ന് പറയാം. ഇപ്പോ നമ്മൾ ഇന്റ് A of 10 എന്ന് ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു C പ്രോഗ്രാമിൽ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ലൊക്കേഷൻ നമുക്കായിട്ട് അവർ മാറ്റി വെക്കും മെമ്മറിയിൽ. പിന്നെ നമുക്ക് അതിലേക്ക് വാല്യൂസ് ഇടാം. അപ്പൊ ഇങ്ങനെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ അതിന് അതിൻ്റെതായ കുറച്ച് സ്പെഷ്യാലിറ്റീസ് ഉണ്ട്. നമ്മൾ പറയും ഇൻഡെക്സ് വാല്യൂ എന്ന് പറയും. ഇൻഡെക്സ് വാല്യൂ എന്ന് പറയുമ്പോൾ നമ്മുടെ ഫസ്റ്റ് ഇൻഡെക്സ് സ്റ്റാർട്ടിങ് ഫ്രം 0 0 1 2 3 4 5 6 7 8 9. അപ്പൊ നമ്മളുടെ A of 0 എന്ന് പറഞ്ഞിരിക്കുന്നത് എന്ന എലമെന്റ്, ദിസ് പോർഷൻ A of 0 is the first element of the array. Index is starting from 0. So this is the first element and this is the second element, A of 1. So each element we can represent like A of k, like A of 0, A of 1, A of 2, A of 3, like that. Such each variable we can say that subscripted variable.
And this k value we can call it as a subscript. This is an important point, subscript. Okay. The last element of the array is a of 9. A of 9 means the 10th element of this particular array. And one more point, there should be a base address, starting address. If the starting address is 1000, let's assume 1000. So we can say that the base address of this array equal to 1000. Okay. Actually, there should be a memory location called a of 10 എന്നുള്ള രീതിയിൽ നമ്മൾ ഒരു അറേ ഡിക്ലെയർ ചെയ്യുകയാണെങ്കിൽ ഒരു a എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ചെറിയൊരു വാരിയബിൾ സേവ് ചെയ്യാനുള്ള ഒരു പോർഷനും കൂടെ നമുക്ക് തരും. അവിടെ ആക്ച്വലി നമ്മൾ എന്താ പറയുക സേവ് ചെയ്യുക ദിസ് ബേസ് അഡ്രസ്. അപ്പൊ ആ എയിൽ പോയി നോക്കിയിട്ടാണ് ഈ അറേയുടെ സ്റ്റാർട്ടിംഗ് എലമെന്റ് എവിടെയുള്ളതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അത്രയാണ് ബേസിക് ആയിട്ടുള്ള വൺ ഡയമെൻഷണൽ അറേയെ കുറിച്ചിട്ടുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പൊ നമുക്ക് ഇതും പറയാം. ദ ബേസിക് ഓപ്പറേഷൻ സപ്പോർട്ടഡ് ബൈ എൻ അറേസ് ആർ ട്രാവേഴ്സ്, ഇൻസേർഷൻ, ഡെലീഷൻ, സെർച്ച് ആൻഡ് അപ്ഡേറ്റ്. ഇപ്പൊ ട്രാവേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോ ഒരു അറേ, ദിസ് ഇസ് എൻ അറേ. അപ്പൊ ഇതിൽ ട്രാവേഴ്സ് എന്ന് പറയുകയാണെങ്കിൽ ഈ അറേയിലൂടെ നമ്മൾ ഓരോ അറേനെയും ഇങ്ങനെ പ്രോസസ് ചെയ്ത് പോകുന്നെങ്കിൽ ജസ്റ്റ് വിസിറ്റ് ചെയ്യുക ആൻഡ് റീഡ് ദാറ്റ് എലമെന്റ്. അങ്ങനെ ചെയ്യുന്നതിനെയാണ് നമ്മളിപ്പോ ഇവിടെ ഇപ്പൊ ഡാറ്റ നോക്കൂ, ഒരു ക്യാരക്ടർ അറേയാണ് ABCDEF, അങ്ങനെയാണ് ഇത് വാല്യൂസ് വരുന്നതെങ്കിൽ ഓരോ എലമെന്റ്സിനെയും നമ്മൾ ജസ്റ്റ് വിസിറ്റ് ചെയ്യുക, അതിനെയാണ് നമ്മൾ ട്രാവേഴ്സ് എന്ന് പറയാം. ഇനി ഇൻസേർഷൻ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു പൊസിഷനിലേക്ക്, ദിസ് ഈസ് ദ അറേ A of 10, ബട്ട് നമ്മളിങ്ങനെ ഇൻസേർട്ട് ചെയ്യാണ്. ഇപ്പൊ ഇവിടെ എന്നുള്ള എലമെന്റ്സിലേക്ക്, ഇപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ അറേയുടെ വാല്യൂസ് എങ്കിൽ, ഇപ്പൊ എ എന്ന് പറഞ്ഞ അറേയുടെ വാല്യൂസ് എങ്കിൽ നമ്മളിപ്പോ ഇൻ ബിറ്റ്വീൻ ഇവിടേക്ക് ഒരു പുതിയ എലമെന്റിനെ ഇൻസേർട്ട് ചെയ്യുക. ഇൻസേർട്ട് ചെയ്തിട്ട് ഇവിടെ ഇപ്പൊ ഒരു Z ഇൻസേർട്ട് ചെയ്തു, എന്നിട്ട് ബാക്കിയുള്ളതിനെ ഇങ്ങോട്ട് മാറ്റി എഴുതുക, ഇങ്ങോട്ട് അങ്ങ് ഷിഫ്റ്റ് ചെയ്യുക. അതിനെയാണ് നമ്മൾ ഇൻസേർഷൻ എന്ന് പറയുക. ഡെലീഷൻ എന്ന് പറഞ്ഞ ഒരു പെർട്ടിക്കുലർ എലമെന്റ് നമുക്ക് ഡെലീറ്റ് ചെയ്യാം, ഒരു പൊസിഷൻ അങ്ങ് ഡെലീറ്റ് ചെയ്യാം. അപ്പൊ നമുക്കിവിടെ D ഇല്ലാണ്ട് ആക്കാം. D ഒഴിവാക്കി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ബാക്കി എലമെന്റ്സ് ഒക്കെ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യപ്പെടും. അതിനൊക്കെ അതിൻ്റെതായ പ്രോസസ്സുകൾ ഉണ്ട്. സെർച്ച് എന്ന് പറഞ്ഞാൽ ടു സെർച്ച് എ പർട്ടിക്കുലർ എലമെന്റ് ഇൻ ആൻ അറേ. അപ്ഡേറ്റ് മീൻസ് വി ക്യാൻ അപ്ഡേറ്റ് വൺ എലമെന്റ്. ഇവിടെ C യെ നമുക്ക് അപ്ഡേറ്റ് ചെയ്തിട്ട് ഇവിടെയൊന്നും ഒരു മാറ്റവും വരില്ല. C നമുക്ക് അപ്ഡേറ്റ് ചെയ്തിട്ട് നമുക്ക് ഇവിടെ വേണമെങ്കിൽ X എന്നുള്ള വാല്യൂ ആക്കി മാറ്റാം. അതിനെയാണ് അറേയിലെ അപ്ഡേഷൻ എന്ന് പറയാം. ഇത്രയാണ് 1D അറേനെ കുറിച്ചിട്ടുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇനി ഇതിന്റെ അൽഗോരിതംസ് നമ്മൾ നെക്സ്റ്റ് വീഡിയോസിൽ നോക്കുന്നതായിരിക്കും. താങ്ക് യു.